ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ, പെയിൻറ്റ് കഴിഞ്ഞ ബോട്ടിൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ മുൻപായിട്ട് ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ചെടികൾ വെച്ചിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നാശമായിട്ട് ചെടികളിലൊക്കെ പുല്ലൊക്കെ വന്നിട്ടൊക്കെ വൃത്തികേടായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്ത് നീറ്റാക്കി മാറ്റിയൊക്കെ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ചെടികളൊക്കെ പുതിയതായിട്ടൊന്ന് പോട്ടിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ചെടികളിലൊക്കെ ഒന്ന് മാറ്റി മണ്ണൊക്കെ മാറ്റിയിട്ട് ഈ പോട്ടൊക്കെ ഒന്ന് നന്നായി കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിലെ പെയിൻറ്റൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട്, കളറൊക്കെ മാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡ് കളർ പെയിൻറ്റ് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പഴയ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ റെഡ് കളറാകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കളറൊക്കെ വേറെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കളറൊക്കെ ആവശ്യം വരും. പിന്നെ എന്താ ബോട്ടിലിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബോട്ടിലിൽ നമ്മുടെ റെഡ് കളർ ഇനാമൽ പെയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ ബോട്ടിലും ഞാൻ കളറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴയ ബോട്ടിലാണെങ്കിൽ നല്ല പുതിയ ബോട്ടിൽ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ബോട്ടിൽ ഞാനിങ്ങനെ അത് മണ്ണൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് കളറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആ കളർ തന്നെ ഒന്ന് മങ്ങിയിട്ടേ ഉള്ളൂ, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ അത് കാരണം ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ച് കളറായിട്ടൊന്നും കൊടുക്കണില്ല, അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്ന് ഇനി ചെടികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് കരിയിലകളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് കരിയിലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെടികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സൈസ് ചെടിയായ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ബോർഡർ പോലെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ചെടിയൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ട് ഞാൻ അതിലേക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പെയിൻറ്റിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി ബോട്ടിലിൽ മാത്രമല്ല മണ്ണിലായാലും നല്ല ബോർഡർ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത പോട്ടിൽ ഞാൻ ഇങ്ങനെ റിയോ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല ബോർഡർ പോലെ വെക്കാൻ പറ്റിയ ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതുതായി വെച്ചെടുത്ത എല്ലാ ചെടികളും ഞാൻ നമ്മുടെ ചെടികളുടെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിത്തോട്ടം കാണാനൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.